യു.എസിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ് ട്രംപ്. അമേരിക്കയുടെ UN അംബാസഡറായാണ് വാൾസിന്റെ പുതിയ ചുമതല. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇടക്കാല ഉപദേഷ്ടാവായി ചുമതലയേൽക്കും. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഭരണതലപ്പത്തെ അഴിച്ചുപണിയെക്കുറിച്ച് ട്രംപ് വെളിപ്പെടുത്തിയത്. വാൾസിന്റെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞ ട്രംപ് പുതിയ റോൾ അദ്ദേഹം ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്നും പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. കുറഞ്ഞ വരികളിൽ ഒതുക്കിയ ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഐക്യരാഷ്ട്ര സംഘടനയിൽ യുഎസിന്റെ അടുത്ത അംബാസഡറായി മൈക്ക് വാൾസിനെ നോമിനേറ്റ് ചെയ്യുകയാണ് ഞാൻ. യുദ്ധക്കളത്തിൽ യൂണിഫോമിലിരിക്കുന്ന സമയത്തും കോൺഗ്രസിലും എന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായുമൊക്കെ ഇരിക്കുന്ന കാലം മുതൽ രാജ്യ താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി വന്ന വ്യക്തിയാണ് മൈക്ക് വാൾസ്. പുതിയ ചുമതലയിലും അദ്ദേഹം ആ പാത തന്നെ പിന്തുടരും എന്നെനിക്ക് ഉറപ്പുണ്ട്. ട്രംപിന്റെ രണ്ടാം വരവിലെ ആദ്യത്തെ സുപ്രധാന അഴിച്ചുപണിയാണ് വാൾസിന്റേത്. ഈ ടീമിൽ സ്ഥാനമാറ്റം ലഭിക്കുന്ന ആദ്യത്തെ സീനിയർ മെമ്പർ കൂടിയാണ് ഇദ്ദേഹം. തിടുക്കപ്പെട്ടുള്ള നീക്കമാണിതെന്നാണ് CBS ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഹൂത്തി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നൽ എന്ന ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പിലെ ഒരു രഹസ്യ ചാറ്റിൽ രാജ്യത്തെ തന്നെ പ്രമുഖ മാധ്യമത്തിന്റെ എഡിറ്ററെ അബദ്ധത്തിൽ ഉൾപ്പെടുത്തി പഴിയേറെ കേട്ട ഉദ്യോഗസ്ഥനാണ് വാൾസ്. ഈ വിവാദങ്ങളുടെ കെട്ടടങ്ങും മുൻപെയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനമാറ്റം എന്നതാണ് ശ്രദ്ധേയം. സിഗ്നൽ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വാൾസിന്റെ സ്ഥാനമാറ്റം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന സൂചന. റഷ്യ-യുക്രൈൻ സമാധാന കരാറിലെ വാൾസിന്റെ നിർദ്ദേശങ്ങളും ഉപദേശക സമിതിയെ ഇദ്ദേഹം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എന്നതുമൊക്കെ പല കാരണങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നിർണായക വിവരങ്ങൾ മാധ്യമപ്രവർത്തകന് ചോർത്തി നൽകിയിട്ടും ഒരു സ്ഥാനമാറ്റത്തിൽ കാര്യങ്ങൾ ഒതുക്കിയത് ട്രംപിന് വാൾസിനോടുള്ള ബഹുമാനം മൂലമാണെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. UN അംബാസഡറായി സ്ഥാനക്കയറ്റം നൽകിയത് കൊണ്ട് തന്നെ രഹസ്യ വിവരം ചോർത്തിയത് വാൾസിനെ ബാധിച്ചിട്ടില്ലെന്നും വിലയിരുത്തലുകളുണ്ട്. അറ്റ്ലാന്റിക് മാഗസിന്റെ എഡിറ്റർ ഇൻ ചീഫായ ജെഫ്രി ഗോൾബർഗിനെയാണ് അതിനിർണായകമായ സിഗ്നൽ ചാറ്റിൽ വാൾസ് ഉൾപ്പെടുത്തിയത്. യമനിൽ ഹൂത്തികൾക്ക് നേരെയുള്ള മിലിറ്ററി സ്ട്രൈക്ക് ചർച്ച ചെയ്യുന്നതിനായി തുടങ്ങിയതായിരുന്നു ആ ചാറ്റ്. വാൾസിനും ഗോൾബർഗിനും പുറമെ US വൈസ് പ്രസിഡന്റ് JD വാൻസ്, ദേശീയ ഇന്റലിജൻസ് മേധാവി തുളസി ഗബ്ബാർഡ്, CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് റൂബിയോ, US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് എന്നിവരും സജീവമായി ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഹൂത്തി ആക്രമണത്തിന്റെ വിവരം ചോർന്നതായി വാർത്തകൾ പുറത്തെത്തിയപ്പോഴൊക്കെ മൗനം പാലിച്ചിരുന്നു ജെഫ്രി. പക്ഷേ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് അടക്കം തറപ്പിച്ച് പറഞ്ഞതോടെ ജെഫ്രി ഈ വിവരം അറ്റ്ലാന്റിക്കിൽ പബ്ലിഷ് ചെയ്തു. US പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഹൂത്തി ആക്രമണത്തിന്റെ ഓരോ സ്റ്റെപ്പും സമയമടക്കം ജെഫ്രി ചൂണ്ടിക്കാട്ടി. മൈക്കൽ വാൾസിൽ നിന്ന് സിഗ്നലിൽ തനിക്കൊരു കണക്ഷൻ റിക്വസ്റ്റ് ആണ് ആദ്യം എത്തിയതെന്നും പിന്നീട് താൻ ഹൂത്തി PC സ്മോൾ ഗ്രൂപ്പ് എന്ന ചാറ്റ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെട്ടുവെന്നും ജെഫ്രി തുറന്നടിച്ചു. യുദ്ധതന്ത്രങ്ങളും സൈനിക രഹസ്യങ്ങളുമെല്ലാം ഉദ്യോഗസ്ഥർ ചാറ്റിൽ ചർച്ച ചെയ്തതോടെ ഈ വിവരങ്ങൾ ഉയർത്തി പീറ്റർ ഹെക്സറ്റിനും ജോണിനും ഗബ്ബാർഡിനുമെല്ലാം ജെഫ്രി ഇമെയിൽ അയച്ചിരുന്നു. പക്ഷേ മറുപടി ലഭിച്ചില്ല. ഒടുവിൽ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ബ്രയാൻ ഫ്യൂസൽ ഇമെയിലിലൂടെ ഈ ഗ്രൂപ്പിന്റെ ആധികാരികത സ്ഥിരീകരിച്ചു. സുരക്ഷാ വീഴ്ച ബോധ്യപ്പെട്ടതോടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വാൾസും രംഗത്തെത്തി. ഒരു US മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വാൾസിന്റെ കുറ്റസമ്മതം. ജെഫ്രി ഗോൾബർഗിനെ തനിക്ക് വ്യക്തിപരമായി അറിയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു വാൾസ്.